ലേഖനം 3 വരെയുള്ള അധ്യായങ്ങൾ ആണ് നാം പലപ്പോഴും പറയാറുള്ളത് പോലെ മേളിൽ നിന്ന് ഒന്ന് നോക്കിയത്. ഇതിൻ്റെ അടിത്തട്ടിൽ അനേക സത്യങ്ങൾ ഇനിയും ചിന്തിക്കുവാനും പറയുവാനും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് 14 അധ്യായമുള്ള ഈ ലേഖനം അത് ദീർഘകാലം എടുക്കുന്നത് ഒരു അതിലുള്ളൊരു അനൗചിത്യം കണ്ടാണ് സമയ പരിമിതി എന്ന് പറയുന്നത്. ദീർഘകാലം ഒരാളിൻ്റെ ശബ്ദം തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ ആർക്കാണെങ്കിലും കുറെ കഴിയുമ്പോൾ അതൊരു അനവസമായിട്ട് വരും. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വിചാരോടോ ജോഡിച്ചാരോടോ പറയണ ഒരു അല്പകാലത്തേക്ക് ഒരു ഇടവേള വേണമെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അനുവദിക്കും. എനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും തോന്നിയാൽ അത് സ്വാഭാവികമാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ലേഖനത്തിന്റെ 3-ാം അധ്യായമാണെന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പരിമിതമായ നിലയിൽ നാം ചിന്തിച്ചത്. അതിനകത്ത് നാം ചിന്തിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടും ഞാൻ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന്, പ്രധാന കാര്യങ്ങൾ, പ്രധാന പോയിന്റ്സ് മാത്രം. അതിന് പ്രാരംഭ വാക്യങ്ങളിൽ ജഡികന്മാര്, ആത്മീയന്മാര്, അവർ തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം നാം കാണുന്നുണ്ട്. അതിനുശേഷം നാം മുമ്പോട്ട് വരുമ്പോൾ പ്രധാനമായിട്ട് നാം കണ്ട കാര്യങ്ങൾ, നാം ശ്രദ്ധിച്ചതായ കാര്യങ്ങൾ, ഒന്ന്, ഒരു സഭയിൽ ഓരോ വിശ്വാസികൾക്കും വ്യത്യസ്തമായിരിക്കും ശുശ്രൂഷകൾ ഉണ്ട്. അത് പറയാനുള്ള കാര്യം 6-ാം വാക്യമാണ്. 6-ാം വാക്യത്തിൽ ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കി. ഈ വിഷയം നാം മുമ്പുള്ള അധ്യായങ്ങളിലും നാം ചിന്തിച്ചതാണ്. നമുക്കൊക്കെ ദൈവം നമ്മെ ഏർപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ വ്യത്യസ്തങ്ങളാണ്. അതെന്താണെന്നുള്ളത് നാം മനസ്സിലാക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോഴാണ് ഒരു സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. അത് പൊതു നന്മയ്ക്ക് കാരണമായിട്ട് തീരുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഒരു കാര്യം, നമുക്ക് പ്രധാനമായ വിഷയങ്ങൾ മാത്രമാണ് പറയുന്നത്. നാം അതിനകത്ത് കണ്ട ഒരു വിഷയം, ഇനി ആരൊക്കെ അധ്വാനിച്ചാലും ആരൊക്കെ ഏതെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടാലും പ്രാധാന്യമുള്ളതാക്കാൻ ദൈവത്തിനാണ്. അപ്പൊല്ലോസ്, പൗലോസ്, ഇവിടെ ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. അതായത് പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, പക്ഷെ ദൈവമാണ് വളരുമാറാക്കിയത്. 7-ാം വാക്യത്തിൽ വരുമ്പോൾ ആകിയാൽ വളരുമാറാക്കുന്നത് ദൈവമല്ലാതെ നടുന്നവരും നനയ്ക്കുന്നവരും ഏതുമില്ല. ആ കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം. ദൈവം നമ്മെ ഏതെങ്കിലും ശുശ്രൂഷകൾക്കായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനകത്ത് സ്വയമേ പുകഴുവാൻ തക്കവണ്ണം നമുക്ക് ആർക്കും അർഹതയില്ല. മറ്റുള്ളവരാൽ പുകഴ്ച ലഭിക്കുവാനായിട്ടുള്ള അർഹത നമുക്കില്ല. ദൈവം നമ്മെ ആ നിലയിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. എന്തായിരുന്നാൽ തന്നെ നാം ചെയ്യുന്ന ശുശ്രൂഷകളുടെ ഫലമുളവാക്കേണ്ടത് അത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ആ നിലയിൽ തന്നെ കരുതേണ്ടത് ആവശ്യമാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് 9-ാമത്തെ വാക്യത്തിലെ ആദ്യത്തെ ഭാഗമാണ്. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ദൈവത്തോടൊപ്പം ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ശുശ്രൂഷയിലൂടെ ചെയ്യുവാനായിട്ടില്ല. ദൈവത്തെ കൂടാതെ നമ്മുടേതായിരിക്കുന്ന കഴിവുകൾക്കനുസരിച്ച് നാം എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് യാതൊരു വിധമായിരിക്കുന്ന പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, അത് ചെറിയ കാര്യമല്ല. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് നാം തീർന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവം നമ്മെ ആ നിലയിൽ അംഗീകരിച്ചു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. തുടർന്നുള്ള വാക്യങ്ങളിൽ അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പണിയെക്കുറിച്ച്, ഗൃഹനിർമ്മാണത്തെ കുറിച്ചുള്ള വിശദമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നാം മനസ്സിലാക്കിയതായിരിക്കുന്ന കാര്യം, ഒരു വില കൊടുക്കാതെ ഗൃഹനിർമ്മാണം സാധ്യമല്ല എന്നുള്ളതാണ്. താൻ ചെയ്യുന്ന പണികൾ അത് മരം, പുല്ല്, വൈക്കോൽ ഇവ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് വളരെ ആകർഷകമായിട്ട് തോന്നും, വളരെ ചിലവ് കുറഞ്ഞതായിട്ട് തോന്നും. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒന്നും നിലനിൽക്കുകയില്ല. നിലനിൽക്കുന്നതിനാണ് ദൈവം മാനിക്കുന്നത്
അത് പ്രത്യേകം നാം ഓർത്തിരിക്കണം. വില കൊടുക്കാതെ ഒരു കാര്യവും കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നാം ശ്രമിച്ചാൽ പരാജയമായിരിക്കും ഫലം. യാതൊരു വിലയും കൊടുക്കാതെ എങ്ങനെയെങ്കിലും വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ചെയ്താലുള്ള പ്രയോജനം ഉണ്ടാകില്ല. എന്നാൽ വില കൊടുക്കുവാൻ നാം തയ്യാറാണ്. പൊന്നെ വെള്ളി വിലയേറിയ കല്ല് ഇതുകൊണ്ട് പണിയാൻ നമുക്ക് സാധിക്കണം. എന്തായാലും അർത്ഥം നാം ചെയ്യുന്ന പണികൾ വില കൊടുക്കുവാൻ. നമുക്കറിയാമല്ലോ പൗലോസിന്റെ ജീവിതത്തിലും ഒക്കെ അവരെന്ത് വിലയാണ് കൊടുത്തത്. പൗലോസിന്റെ ചരിത്രം വളരെ ലളിതമായ നിലയിൽ നാം ചിന്തിച്ചാൽ കൂടെ കൊടുത്ത വില എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കുവാൻ പോലും സാധിക്കുന്ന വിലയല്ല പൗലോസൊക്കെ കൊടുത്തത്. ദേവാനോസ് മുതൽ എത്രയോ പേർ വില കൊടുത്തതാണ് ഈ സുവിശേഷം എന്നുള്ളത്. സഭയുടെ സഭ എന്നുള്ളതായിരിക്കുന്ന ഗ്രഹനിർമ്മാണം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പിന്നീട് നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അതിന്റെ 17ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. അതായത് 16, 17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. ഇവിടെ മന്ദിരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണം എന്ന് പറയുന്നത് സഭയോടുള്ള ബന്ധത്തിലാണ്. സഭയുടെ പണിക്ക്, സഭയുടെ വളർച്ചയ്ക്ക് നാം കാരണക്കാരായിരിക്കണം. ഈ ആരെങ്കിലും ഏതെങ്കിലും വിധത്തില് ഒരു സഭയുടെ നാശത്തിന് കാരണമായിട്ട് തീരുന്നുവെങ്കിൽ അത് അങ്ങനെയുള്ളവരുടെ നാശത്തിന് കാരണമാണ്. നാം വായിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവൻ ദൈവം നശിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഇരുന്നാൽ മതി ഒരു സഭ നശിപ്പിക്കുവാനായിട്ട്. പല സഭകളും നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയുള്ള ആ ചിന്താഗതി കൊണ്ടാണ്. ഒന്നും ചെയ്യാതെ ലോകത്തില് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്ഥാനപ്പെട്ടവരായിരിക്കാം, സഭാ കൂട്ടായ്മയിലുള്ളവരായിരിക്കാം, അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് യാതൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നവർ അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ നാശത്തിന് കാരണമായിട്ട് തീരുന്നു. സാക്ഷ്യമില്ലാത്ത ജീവിതം അത് സഭയുടെ നാശത്തിന് കാരണമായി തീരുന്നു. സഭയുടേതായിരിക്കുന്ന ഭിന്നത വാസ്തവത്തിൽ അനേക സഭകളിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു സത്യമാണ്. ഈ ഗുരുതരയിൽ തന്നെ നാം തുടർന്നുള്ള വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഭിന്നത മുഖാന്തരമായിട്ട് എത്രയോ സഭകളാണ് ദേശത്ത് സാക്ഷ്യം നഷ്ടപ്പെട്ട് നാശത്തിന്റെ അവസ്ഥയിലേക്ക് പോയ എത്രയോ സഭകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതവും നമ്മുടെ സാക്ഷ്യവും നമ്മുടെ വാക്കുകളും ഒക്കെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ട് തീർന്നു. ഒരിക്കലും അത് സഭയുടെ നാശത്തിന് കാരണമാകുവാനായിട്ട് പാടില്ല. ഏറ്റവും അവസാനമായിട്ട് അനേക കാര്യങ്ങൾ ഞാൻ പറയാത്തതുകൊണ്ട് എങ്കിലും ഏറ്റവും അവസാനമായിട്ട് 22-23 വാക്യങ്ങളിൽ 21-22 വാക്യങ്ങളിൽ ആകെ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. ഒന്നാമത്തെ അവസാനിപ്പിക്കുമ്പോഴും അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കണം. നമുക്ക് പ്രശംസിക്കുവാനായിട്ട് കർത്താവിനല്ലാതെ വേറൊരു സ്ഥാനം ഉണ്ടാകരുത്. എല്ലാത്തിൻ്റെയും ഉദ്ദേശം, നാം ചെയ്യുന്ന സകലത്തിൻ്റെയും ഉദ്ദേശം കർത്താവിന്റെ മഹത്വമായിരിക്കണം. അവിടെ അവസാനിപ്പിക്കുമ്പോൾ പൗലോസുണ്ട്, അപ്പൊല്ലോസുണ്ട്, കേഫാവ്, ലോകം, ജീവൻ, മരണം, ഇതെല്ലാം ഇപ്പോഴുള്ളതോ വരുവാനുള്ളതെല്ലാം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായിരിക്കണം. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, നാം ക്രിസ്തുവിനുള്ളവരാണ് എന്നുള്ള ചിന്തയിൽ ഈ അപ്പൊല്ലോസിനെയും പൗലോസിനെയും കേഫാവ് ഇതിന്റെ പ്രധാന പ്രശ്നം നമുക്കറിയാം. അവരുടെ ഇടയിലുള്ളതായിരിക്കുന്ന ഭിന്നതാമനോഭാവമാണ്. പൗലോസിന്റെ പക്ഷക്കാരൻ കേഫാവിന്റെ പക്ഷക്കാരൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനോടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇത് വെച്ചിട്ട് ഒരിക്കലും സഭയില് പ്രയാസം ഉണ്ടാകുവാനായിട്ട് പാടില്ല. കാരണം ഇവരൊക്കെ നാം നേരത്തെ ഒരു ഭാഗത്തോടെ അദ്ദേഹത്തിനെ വായിച്ചല്ലോ. അതിൽ 5-ാമത്തെ വാക്യത്തില് 3:5 തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിന്ന് വിശ്വസിക്കാൻ കാരണമായിത്തീരുന്ന ശുശ്രൂഷക്കാരത്തെ. ആ വാക്യം നാം ഇംഗ്ലീഷിലുള്ളതിന്റെ ആ പരിഭാഷ നാം ശ്രദ്ധിക്കുകയുണ്ടായി. അതുകൊണ്ട് എല്ലാവർക്കും ദൈവം നൽകുന്നത് പോലെ ദൈവം ഒരുക്കി മുഖാന്തരങ്ങളാണ് ഇവർ. അതുകൊണ്ട് അതൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. ആ മനോഭാവത്തോടു കൂടെ സഭയിൽ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 4-ാം അധ്യായത്തിന്റെ ഞാനിന്ന് ഈ വാസ്തവത്തിൽ 4-ാം അധ്യായം വായിച്ചപ്പോൾ തന്നെ രാവിലെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചിന്തയുണ്ടായി, ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുമോ. അതിന്റെ കാരണം
വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന വിശ്വാസികളായ നാം വളരെ ശ്രദ്ധയോടുകൂടെ ഓർക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ നാം പല പ്രാവശ്യം കേട്ടുള്ളതാണ്. എങ്കിലും അതൊന്നുകൂടെ ഓർക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉളവാക്കുവാൻ സാധിക്കുന്ന ചില ചിന്തകൾ ഇതിനകത്ത് ഉണ്ട്. വളരെ അത്യാവശ്യമായിട്ട് നാം ഓർത്തിരിക്കേണ്ടതായിരിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ചിന്തകളൊക്കെ വായിച്ചു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അന്നേരം ചിന്തിച്ചു, ഇന്ന് വൈകുന്നേരം എന്തായിരിക്കും ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. കാരണം അതുപോലെ വളരെ പ്രാധാന്യമുള്ളതായിരിക്കും. എല്ലാ അധ്യായങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. വിശേഷിച്ചും ഇന്നത്തെ കാലത്തുള്ള സഭകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന അനേക അനുഭവങ്ങളാണ് കൊരിന്ത്യ വിശ്വാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവരെക്കാൾ പല കാര്യങ്ങളിലും വിഭിന്നരല്ലാത്തതായിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നാം മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് പറയുകയാണ്, അവരെക്കാൾ കൊരിന്ത്യ വിശ്വാസികളെക്കാൾ പല കാര്യങ്ങളിലും മാറ്റമില്ലാത്ത ഒരു ആത്മീയ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹത്തില് നമ്മുടെ സഭകൾ അനേകം ആയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൊരിന്ത്യ ലേഖനം നമുക്ക് വളരെ പ്രയോജനപ്പെടേണ്ടതായിരിക്കുന്ന ലേഖനമാണ്. അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവമർമ്മങ്ങളുടെ ജഗവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ജഗവിചാരകന്മാരും അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്. ഈ 4 അധ്യായങ്ങളിൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ടുള്ള വിഷയം നമുക്കറിയാം, ഭിന്നത. അത് ഇവിടുത്തെ കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങൾ അവരെ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എഴുതുന്ന ലേഖനങ്ങളാണ്. 7-ാം വാക്യത്തിൽ 7-ാം അധ്യായം തുടങ്ങിയാണ് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. എന്നാൽ ഈ ആദ്യത്തെ 6 അധ്യായങ്ങൾ അവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നതായ ചില പ്രയാസങ്ങൾ അത് ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിരുന്നു എന്ത്? ഭിന്നത എന്നത്. പൗലോസിന്റെ പക്ഷക്കാര്, അപ്പൊല്ലോസിന്റെ പക്ഷക്കാര്, കേഫാവിന്റെ പക്ഷക്കാര് എന്ന് പറഞ്ഞുള്ളതായിരിക്കുന്ന ഭിന്നത. ആ കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. ഈ 4-ാം അധ്യായം കൂടെ അതിനു വേണ്ടിയിട്ട് പൗലോസ് എഴുതിയിരിക്കുന്ന അധ്യായമാണ്. അപ്പോൾ 22-ാമത്തെ വാക്യത്തില് പൗലോസ് പറയുന്നുണ്ട്, പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞിട്ട് 4-ാം വാക്യത്തിലേക്ക് വരും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളെ എന്ന് പറഞ്ഞ ആരാണ്? ഈ പറയുന്ന പൗലോസും അപ്പൊല്ലോസും ഒക്കെ അവരെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് കേഫ ഇവരെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളെ പൗലോസിന്റെ ആഗ്രഹമുണ്ട്. സാധാരണഗതിയിൽ സഭയിലിരിക്കുന്ന നേതൃസ്ഥാനത്തുള്ളവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇന്ന ആളുടെ പക്ഷക്കാരനാണ് ഞാനെന്ന് പറയുന്നതിൽ സന്തോഷിക്കുന്ന നേതൃത്വം സഭകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം ഈ വാക്യം വായിക്കാനായിട്ട്. അപ്പോൾ കൊരിന്ത്യരുടെയില് പൗലോസിന്റെ വിഭാഗക്കാരും അപ്പൊല്ലോസിന്റെ വിഭാഗക്കാരും കേഫാവിന്റെ വിഭാഗക്കാരും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൗലോസും അക്കൂട്ടത്തിൽ ഒരാളാണ്. അപ്പോഴും അങ്ങനെയാണ് പൗലോസാണ് എഴുതുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഞങ്ങളെ കുറിച്ച് ഓർക്കണം. എന്താ? ഞങ്ങളെ ക്രിസ്തുവിന് അതിന്റെ തന്നെ ആ 12-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ടല്ലോ. 6-ാമത്തെ വാക്യം അപ്പൊ അവിടെ തന്നെ വ്യക്തമാണ് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെന്നുള്ളത്. പൗലോസിനെ കുറിച്ചും അപ്പൊല്ലോസിനെ കുറിച്ചും ആണ് പറഞ്ഞിരിക്കുന്ന. പൗലോസ് പറയും, സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ചാകുന്നു പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നാം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളെ എന്നുള്ള വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ പറയുന്ന അപ്പൊല്ലോസിനെയും പൗലോസിനെയും ഒക്കെ തന്നെ തങ്ങളെ കുറിച്ച് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഞങ്ങളെ ക്രിസ്തുവിന്റെ സുവിശേഷകന്മാരും ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഇത് പറയാൻ കാരണം എന്താ? കാരണം കൊരിന്ത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പൗലോസും അപ്പൊല്ലോസും ഒക്കെ അവരുടെ നേതാക്കന്മാരായിട്ട് അവർ അമിതമായിരിക്കുന്ന പ്രാധാന്യം കൊടുത്ത് അവര് പക്ഷം പിടിച്ച് പോവുകയാണ്. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, നിങ്ങൾ അങ്ങനെ കരുതാനായിട്ട് പാടില്ല. ഇന്നെങ്ങനെ കരുതണം? ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരായിട്ട് കരുതണം. ശുശ്രൂഷക്കാരൻ എന്ന് പറയുന്നത് ഒരു ഉയർന്ന പദവിയായിട്ടല്ല നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിന്റെ ആ ഭാഷയിൽ തന്നെ നമുക്കറിയാം
ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നാം കൊടുക്കുന്ന വില വേദപുസ്തകം അതിനകത്ത് കൊടുക്കുന്നുണ്ട് എന്ന് കരുതാനായിട്ട് സാധിക്കില്ല. ഇന്ന് നാം ശുശ്രൂഷകന്മാരെ വളരെ ഉന്നതമായിരിക്കുന്ന നിലയിൽ നാം ചിന്തിക്കുന്നവരാണ്. ഒരു തരത്തിൽ അത് നല്ലതാണ്. എന്നാൽ പൗലോസ് ഈ കാര്യം പറയുമ്പോൾ പൗലോസിന്റെ പക്ഷക്കാരുണ്ട്, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരുണ്ട്. അങ്ങനെ ഞങ്ങളെ നിങ്ങൾ മുൻപിൽ ഇങ്ങനെ മുൻപിൽ കാണിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ്. ആ ശുശ്രൂഷക്കാരൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് മറ്റുള്ള ഭാഗങ്ങളിൽ ശുശ്രൂഷക്കാരൻ എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നാം ഈ ജീവിതത്തിൽ പല ഭാഗത്തും ശുശ്രൂഷകൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷകൻ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന വാക്ക് ഗ്രീക്കില്, എനിക്ക് ഗ്രീക്ക് എന്ന് പറഞ്ഞുകൂടെ കേട്ടോ, പക്ഷെ ഞാനിത് വായിച്ചതാണ്. അവിടെ ടൂപ്പർട്ടസ് എന്നുള്ള വാക്കാണ് ഈ പ്രത്യേക ഭാഗത്ത് ശുശ്രൂഷക്കാരെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം അണ്ടർ ഓവർ എന്ന് പറഞ്ഞാൽ, റോമൻ കപ്പലുകളിൽ ഈ പഴയ കപ്പലുകൾക്ക് എഞ്ചിനൊന്നും ഇല്ലാത്ത കപ്പലാണ്. അത് ആ കപ്പലുകൾക്ക് തുഴയാനായിട്ട് ഒരു ടീം ഉണ്ടാകും. രണ്ട് സൈഡിലും ഒരു ടീം ഉണ്ടാകും. അവര് വെള്ളത്തിൽ ഈ തുഴഞ്ഞാണ് ഈ കപ്പലുകൾ മുൻപോട്ട് പോകുന്നത്. ഇത് പറയുന്നത് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ശുശ്രൂഷകക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നാം വള്ളം തുഴയുന്നത് കണ്ടിട്ടാണ്. ഒരു വള്ളത്തില് രണ്ട് സൈഡിൽ നിന്ന് 5 പേര് വെച്ച് തുഴയുകയാണെങ്കിൽ ഒരേപോലെയാണ് അവർ തുഴയുന്നത്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വള്ളം എങ്ങോട്ടെങ്കിലും പോകും. അപ്പൊ പൗലോസ് പറയുന്ന കാര്യം ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന കാര്യം, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, പക്ഷെ ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ യാതൊരു വിധമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസമില്ല. മാത്രമല്ല ഈ ശുശ്രൂഷക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ തുഴച്ചിൽക്കാർ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് വളരെ പർപ്പസ്ലി, വളരെ ഉദ്ദേശത്തോടുകൂടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ആ യാതൊരുവിധമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തുഴഞ്ഞെങ്കിലേ ഈ കപ്പൽ നേരെ പോകത്തുള്ളൂ, പോകേണ്ട വഴിക്ക് പോകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം വളരെ സമർപ്പണ പോകത്തുള്ളൂ. ഒരാള് അപ്പോൾ ക്ഷീണിച്ചു പോയാൽ, 1-2 പേര് ഒരു സൈഡിൽ ക്ഷീണിച്ചു പോയാൽ നമുക്കറിയാം ഈ കപ്പൽ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. അപ്പോൾ വളരെ സമർപ്പണത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇത്. അങ്ങനെയുള്ള ആ ഉദ്ദേശത്തിലാണ് ഈ വാക്കുകൾ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇവരെ കുറിച്ച് യാതൊരു വിലയും അവർക്കില്ല. വളരെ അധ്വാനിക്കുന്നവരാണ്. പക്ഷെങ്കിൽ വളരെ അധ്വാനിക്കുന്നവരാണെങ്കിലും യാതൊരു വിധമായിരിക്കുന്ന പരിഗണനയും ഈ കപ്പൽ യാത്രക്കാർക്ക് കൊടുക്കാറില്ല. ശരിയല്ലേ? അവർക്ക് ഇവരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് കപ്പൽ നേരെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? മറ്റുള്ളവരാൽ യാതൊരു വിധമായിരിക്കുന്ന പരിഗണനയും ലഭിക്കാൻ ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരായിട്ട് നിങ്ങൾ എണ്ണണം. ഇത് പറയാനുള്ള ഒരു മനോഭാവം വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരെന്നുള്ള നിലയിൽ ഇന്ന് അഭിമാനിക്കുന്ന അനേകം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു സത്യമാണ്. എന്താ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നറിയാമോ? ഇന്ന് നാം എന്തെങ്കിലും ഒരു ചെറിയ ശുശ്രൂഷ നമ്മുടെ സഭയിലോ നമ്മുടെ സമൂഹത്തിലോ ചെയ്യുവാൻ നമുക്കൊരു ചാൻസ് കിട്ടിയാൽ, നമുക്കൊരു അവസരം കിട്ടിയാൽ നാം സ്വയം അങ്ങ് പുകഴും. ഈ അധ്യായത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചീർത്തിരിക്കുന്നു എന്നുള്ള വാക്ക്, അല്ലെ? ചീർത്തിരിക്കുന്ന വാക്ക് നാം സ്വയം അങ്ങ് പുകഴും. ഒരു സ്ഥലത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ദൈവമായിട്ട് നമുക്ക് ഒരുക്കി തന്നാൽ നാം സ്വയം അങ്ങ് പുകഴും. പക്ഷേ പൗലോസ് പറയുകയാണ്, ഈ കൊരിന്ത്യർ വിശ്വാസത്തോട് പറയുകയാണ്, ഞങ്ങളുടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരായിട്ട് നിങ്ങൾ എണ്ണണം. പൗലോസിന്റെ ജീവിതത്തില് ആ മനോഭാവത്തോടെ ആയിട്ട് പൗലോസ് ശുശ്രൂഷകൾ ചെയ്തിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏത് തരത്തിലേക്ക് താഴുവാനും പൗലോസിന് ഒരിക്കൽ പോലും മനസ്സിന് പ്രയാസമുണ്ടായിരുന്നില്ല. നാം അതിലൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, അനേകരെ നേടേണ്ടതിന് അവരെ പോലെ ആയി എന്നുള്ളതിലേക്ക് നാം വായിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിക്കുവാനായിട്ട് താഴ്മയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുവാൻ പൗലോസിന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ഒരു വാക്യം റോമാലേഖനത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ പൗലോസിന് ഒരു വാക്യം മാത്രം, റോമാൻ 15:25.
റോമർ 15:25. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരൂശലേമിലേക്ക് യാത്ര. ഇപ്പോഴും ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരൂശലേമിലേക്ക് യാത്ര. വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഏർപ്പെടണം. എത്രയോ അല്ലെങ്കിൽ എത്രയോ താഴ്മയുടെ മനോഭാവമാണ് നമുക്ക് അപ്പോസ്തലനായ പൗലോസില് കാണുന്നത്. അനേക വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ അതിലേക്കൊന്നും പോകുന്നില്ല. ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അത് താഴ്മയുടെ ശുശ്രൂഷയാണ്. അത് ഒരു ഉയർന്ന പദവിയുള്ളതായിരിക്കും ശുശ്രൂഷയായിട്ട് നമുക്ക് ഒരിക്കലും കാണുവാൻ സാധിക്കില്ല. വിശേഷിച്ചും പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് ക്യൂപ്പർട്ടസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദം പ്രത്യേക തന്റെ മനോഭാവത്തെ കാണിക്കുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരുടെ മനോഭാവത്തെ കാണിക്കുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുന്നതായിരിക്കുന്ന ഒരു വാക്കായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകൻ. ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അനേക പ്രാവശ്യം മർമ്മം എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2:7 അതിനൊരു വിശദീകരണം നാം കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 2:7 വാക്യം. 1 കൊരിന്ത്യർ 2:7. ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നേറിയിട്ടുണ്ട്. മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ. അപ്പോൾ ഈ മർമ്മം എന്ന് പറയുന്ന വാക്ക് ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ അത് ഒരു കാലത്ത് മറഞ്ഞിരുന്നതാണ്, അല്ലെ? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതാണ്. പക്ഷെ അത് മറഞ്ഞിരുന്നതാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം, ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ മർമ്മം അനേകം വെളിപ്പെട്ട ഒരാളാണ് ആര്? പൗലോസിനോളം മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയ, സഭയോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന അനേക മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതായിരിക്കുന്ന വേറൊരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അനേക മർമ്മങ്ങൾ, എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതേ വാക്യം തന്നെ ഉപയോഗിച്ചിരിക്കുന്നതാണ് 1 കൊരിന്ത്യർ 15 51 വാക്യം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. പരിചയമുള്ള വാക്യമാണല്ലോ. 1 കൊരിന്ത്യർ 15 വാക്യം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, അല്ലേ? സോറി, ഞാൻ മറന്നുപോയി. 1 കൊരിന്ത്യർ 15 51 വാക്യം. എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാല നാളത്തിൽ പെട്ടെന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. ഈ മർമ്മം ഇത് വെളിപ്പെട്ട് കിട്ടിയത് അപ്പോസ്തലനായ പൗലോസാണ്. 1 കൊരിന്ത്യർ 15 എന്ന് പറയുന്നത് ഉയർപ്പിനെ കുറിച്ചുള്ള, മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞ് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന വിശദമായിരിക്കുന്ന, അവരുടെ ഭാവിയെ കുറിച്ചുള്ളതായിരിക്കുന്ന വിശദമായിരിക്കുന്ന കാര്യങ്ങളാണ് 1 കൊരിന്ത്യർ 15 പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഈ കാര്യങ്ങൾ ഇത് വെളിപ്പെട്ട് കിട്ടിയത് പൗലോസിനാണ്. വീണ്ടും നാം എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തില്, എഫെസ്യ 3-ാം അധ്യായം അതിന്റെ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 3-4 വാക്യങ്ങൾ. ഞാൻ മീതെ ചുരുക്കത്തിൽ പേടിയിലേക്കുകൊണ്ട് വെളിപ്പാട് ഞാൻ ശരിക്കൊരു മർമ്മം അറിയാറുണ്ട് എന്ന് നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് തെളിയില്ല. 5 മാർക്ക് വർദ്ധിച്ചു. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിട്ടില്ല. അതോ ജാതികൾ സുശേഷത്താൽ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത്. ഈ വിഷയങ്ങളൊക്കെ വായിക്കുമ്പോൾ അതെന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഭയെ കൊണ്ടുള്ളതായിരിക്കുന്ന, പുതിയ നിയമസഭയെ കൊണ്ടുള്ളതായിരിക്കുന്ന മർമ്മം 6-ാം വാക്യത്തിൽ എഫെസ്യർ 3:6 നാം വായിച്ചത് എന്താ മർമ്മം? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും. അതിന് യഹൂദന്മാർക്ക് മാത്രമുണ്ട് എന്ന് കരുതിയതായിരിക്കുന്ന രക്ഷയുടെ ഭാഗമായിട്ട് ജാതികളായി തീരുമെന്നുള്ളതായിരിക്കുന്ന കാര്യം ഇത് വെളിപ്പെട്ട് കിട്ടിയത് പൗലോസാണ്. അനേക കാര്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും, അന്നെന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെങ്കിലും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തെന്നാൽ കർത്താവിൽ നിന്ന് അനേക കാര്യങ്ങൾ
മർമ്മമായിരുന്ന അനേക കാര്യങ്ങൾ സ്ഥാപിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകുവാൻ സാധ്യത, അല്ലെങ്കിൽ അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് പൗലോസിന് ശൂലം കൊടുത്തതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വെളിപ്പാടുകള്, ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത ഒരാളാണ് പൗലോസ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരങ്ങൾ. ഇന്ന് ഈ മർമ്മങ്ങളൊക്കെ അതിപ്പോൾ പലതും ഇതിലുള്ള നല്ല ഭാഗവും, ചില മർമ്മങ്ങൾ ഇനിയും നമുക്ക് വെളിപ്പെടാനായിട്ടുണ്ടാകാം. നിത്യതയില് ചില മർമ്മങ്ങൾ, നിത്യതയെ കുറിച്ചുള്ളതായിരിക്കും ചില മർമ്മങ്ങൾ. എന്നാൽ ഈ ലോകത്തിൽ ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിരുന്ന സകലവിധമായിരിക്കുന്ന ആത്മീയ സത്യങ്ങളും ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാം ഈ ദൈവമർമ്മങ്ങൾ എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവവചനം ആയിട്ട് നമ്മുടെ മധ്യത്തിൽ അത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുമ്പോൾ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകനാണ്. ഗ്രഹവിചാരകൻ എന്ന് പറഞ്ഞാൽ ആരാ? ഗ്രഹവിചാരകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉടമസ്ഥനല്ല, പക്ഷെങ്കിൽ ഉടമസ്ഥന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉടമസ്ഥന്റെ ജോലി ചെയ്യുവാനായിട്ട് നിയമിക്കപ്പെടുന്ന ആളാണ് ഗ്രഹവിചാരകൻ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകനാണ് ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ്. 1, ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ്. 2, ഞങ്ങൾ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകനാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ, ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ഗ്രഹവിചാരകന്മാരായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവമർമ്മങ്ങളെ കുറിച്ചുള്ള ഈ വ്യക്തി, ഇവിടെ നാം വായിക്കുന്ന പോലെ ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നത് എന്താണ്? അവർ വിശ്വസ്തരായിരിക്കണം. വളരെ വിശ്വസ്തയോടുകൂടെ ചെയ്യേണ്ട ഒന്നാണ് ഗ്രഹവിചാരകത്വം എന്ന് പറയുന്ന, സ്റ്റുവേർഷിപ്പ് എന്ന് പറയുന്ന ജോലി. നാം അത് കാണുമ്പോൾ ഒരു ഭവനത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഗ്രഹവിചാരകനായിട്ട് തന്നെ നാം അത് ഭാവനയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉടമസ്ഥന്റെ അഭാവത്തിൽ ഉടമസ്ഥന് വേണ്ടിയിട്ട് ഉടമസ്ഥന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉടമസ്ഥന്റെ ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഗ്രഹവിചാരകൻ അത്രമാത്രം വിശ്വസ്തയുള്ളവനായിരിക്കും. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകൻ, ദൈവിക സത്യങ്ങളുടെ, ദൈവവചനത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ് നാം എന്ന് പറയുമ്പോൾ ശേഷിച്ചും ബ്രദറൻ വിശ്വാസികൾ എന്നുള്ള നിലയിൽ അഭിമാനിക്കുന്ന നാം ദൈവമർമ്മങ്ങളുടെ, ദൈവവചനത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ്. ഇത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ ദൈവം അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവം ഇത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നമ്മുടേതായിരിക്കുന്ന ഇഷ്ടത്തിന് ഈ ദൈവവചനത്തെ ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. നാം കേവലം ദൈവമർമ്മങ്ങളുടെ മാത്രമല്ല, അനേക കാര്യങ്ങളുടെ ഗ്രഹവിചാരകൻ. ഇവിടെ പൗലോസ് പറയുമ്പോൾ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകൻ എന്ന് പറയുമ്പോൾ തന്നെ നാം ഓർക്കണം, നാം കേവലം ദൈവമർമ്മങ്ങളുടെ മാത്രം ഗ്രഹവിചാരകന്മാരല്ല. അതിനടിസ്ഥാനപരമായിട്ട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അതേസമയം തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോന്നിന്റെയും ഉത്തരവാദിത്വം, അതിന്റെ ഗ്രഹവിചാരകത്വം നമുക്കുണ്ടായിരിക്കണം. നമ്മളെ വായിക്കുന്നുണ്ട്, അവരിൽ അന്വേഷിക്കുന്നത് എന്താ? വിശ്വസ്തരായിരിക്കണം. അവരിൽ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ? ഇവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാ. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ വാക്കുകളിൽ നിന്ന് വളരെ അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. അവരിൽ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ജോലിക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കൂ. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകർ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ധനത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ് നാം. ദൈവിക നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ് നാം. നമ്മുടെ മക്കളുടെ ഗ്രഹവിചാരകന്മാരാണ് നാം. ആ ഉത്തരവാദിത്വത്തോടുകൂടി നാം അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇടയന്മാരോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ ഞാൻ സന്ദർഭവശാൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ സോറി ഇടയന്മാരോട് പൗലോസ് പറയുന്നുണ്ട്, ഗ്രഹവിചാരകന്മാർ ആകയാൽ എന്ന് ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തോ കണക്ക് ബോധിപ്പിക്കേണ്ടവനാകയാൽ. എബ്രായ ലേഖനം 13-ാം അധ്യായം, സോറി തീത്തോസ് ലേഖനം 1:7. തീത്തോസ് 1:7. തീത്തോസ് 1:7.
തന്നെ ദൈവത്തിന്റെ അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാണ്. അപ്പോൾ സഭയില് അധ്യക്ഷനായിരിക്കുന്നവർ, അതേപോലെ തന്നെ മറ്റുള്ള വിശ്വാസികൾക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. അവർ ദൈവത്തിന്റെ ഗ്രഹവിചാരകൻ. ദിവസം 1:7 നാം വായിച്ചത് അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ്. 1 പത്രോസ് 4:10-11 വാക്യങ്ങൾ. 1 പത്രോസ് 4:10-11 വാക്യങ്ങൾ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിപ്പി. അപ്പോൾ ദൈവസഭയോടുള്ളതായിരിക്കുന്ന പത്രോസിന്റെ വാക്കുകൾ നമുക്ക് കാണാനായിട്ട് ഓരോരുത്തരും വരം ലഭിച്ചു. ഓരോരുത്തരും വരം ലഭിച്ചതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരം ലഭിക്കാത്തവർ ആരുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവകൃപയുടെ വരം അല്ലെങ്കിൽ കൃപാവരങ്ങള് ലഭിക്കാത്തതായിരിക്കുന്ന ഒരു വിശ്വാസവും ചിലപ്പോൾ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കൃപാവരങ്ങൾ ഉണ്ടായിരിക്കാം. വ്യത്യസ്തമായിരിക്കുന്ന കൃപാവരങ്ങളാണ് ദൈവസഭയിൽ ദൈവം നൽകിയിരിക്കുന്നത്. കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നത് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് അതില് നമ്മൾ വായിക്കുന്ന പോലെ ഗ്രഹവിചാരന്മാർ അന്വേഷിക്കുന്നുവോ അവർ വിശ്വസ്തരായിരിക്കണം. നാം 2 ഉദാഹരണങ്ങള് വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയ വിശ്വസ്തൻ ആരാ? കർത്താവ് തന്നെയാണ്. എബ്രായലേഖനം 3-ാം അധ്യായത്തില് അവിടെ ഒരു വാക്യമുണ്ടല്ലോ, മോശെ തന്നെ നിന്നെ നിയമിച്ചാക്കിയ ഭവനത്തിലൊക്കെയും. എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചു. അപ്പോൾ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. അപ്പോൾ ഈ കാര്യവിചാരകത്തിലേക്ക്, ഗ്രഹവിചാരകത്തിലേക്ക് ദൈവം നമ്മെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. ആ കാര്യം നാം ഓർത്തിരിക്കണം. എന്നെ ഒരിക്കലും കൃപാവരം തന്ന് ദൈവം എന്നെ ആക്കിയിരിക്കുന്നുവെങ്കിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ് ആ ഗ്രഹവിചാരകത്തിൽ എന്ന് പറയുന്നത്. അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ വേറൊരു നിലയിലുള്ള ഒരു ശുശ്രൂഷ ദൈവം എന്നെ സഭയിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാണ് ഞാൻ എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരിക്കണം. എന്നിൽ അന്വേഷിക്കുന്നത് എന്താ? അവർ ഞാൻ വിശ്വസ്തനായിരിക്കണം. അത് സഹോദരിമാരായാലും ഇക്കാര്യത്തിൽ അല്പം പോലും മാറ്റമില്ല. എല്ലാ സഹോദരിമാർക്കും എല്ലാ സഹോദരന്മാർക്കും ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന കൃപാവരങ്ങളുണ്ട്, അവരുടേതായിരിക്കുന്ന പരിമിതികളുണ്ട്. സഹോദരന്മാർ ചെയ്യുന്ന എല്ലാ കൃപാവരങ്ങളും ദൈവം കൊടുക്കുന്നില്ല. സഹോദരിമാർക്കുള്ളതായിരിക്കുന്ന കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങൾ അതില് വിശ്വസ്തത കാണിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നാം വിശ്വസ്തരായിരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് എന്നാണ് നാം കാണുന്നത്. ദൈവം നമ്മെ ഓരോ കാര്യങ്ങളിലും നിയമിച്ചാക്കിയിരിക്കുകയാണ്. ഗ്രഹവിചാരകത്വത്തിലേക്ക് ദൈവം നമ്മെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. നാം വായിക്കുന്നത് ഗ്രഹവിചാരങ്ങൾ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്. 3, 4, 5 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 3, 4, 5 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്ര ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ എന്നിട്ടും മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ഈ വാക്യങ്ങളിൽ, അതായത് 3, 4, 5 ഈ വാക്യങ്ങളിൽ 3 തരത്തിലുള്ളതായിരിക്കുന്ന വിധികളെ കുറിച്ച് അല്ലെ 3 വിധിക്കപ്പെടലുകളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം വാക്യത്തില്, നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. പൗലോസ് ഈ കൊരിന്ത്യ സഭയില് പലരും പൗലോസിനെ വിധിക്കുന്നവരായിരുന്നു. പൗലോസിന്റെ പ്രവർത്തനത്താൽ രൂപീകരിക്കപ്പെട്ട സഭയാണ് കൊരിന്ത്യ സഭയെങ്കിലും കൊരിന്ത്യ സഭയിൽ അനേകരും പൗലോസിനെ വിധിക്കുന്നവരായിരുന്നു, പലതരത്തിൽ കുറ്റപ്പെടുത്തുന്നവരായിരുന്നു എന്നുള്ളത് നമുക്ക് കൊരിന്ത്യയിൽ തന്നെ വായിക്കാനായിട്ട് അതിനുള്ള പല വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോട് പൗലോസ് പറയുകയാണ്, എനിക്ക് യാതൊരു
നിങ്ങളും മനുഷ്യർ കഴിക്കുന്ന വിസ്താരങ്ങൾ, മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലും എന്നെ വിധിക്കുന്നത് എനിക്ക് കാര്യമാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ലഘു കാര്യങ്ങളാണ്. നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് എനിക്ക് കാര്യമാണ് എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അങ്ങനെയുള്ള ചിന്തയിലല്ല നമ്മൾ ഇത് വായിക്കേണ്ടത്. അത് ലഘുകാര്യമാണ്. അത് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ വില പൗലോസ് കൊടുക്കുന്നുണ്ട്. അത് ലഘുകാര്യമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നാം സാക്ഷ്യം പ്രാപിച്ചിരിക്കണം. എന്നാൽ മറ്റുള്ളവരുടെ വിധി, ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ മനുഷ്യർ കഴിക്കുന്ന വിസ്താരം. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതും ഇല്ല. മനുഷ്യരങ്ങനെ വിധിക്കാൻ പാടില്ല എന്നുള്ളതാണ് നാം വേദപുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യം. നമുക്ക് ആരെയും വിധിക്കാനായിട്ടുള്ള അധികാരം ദൈവം തന്നിട്ടില്ല. നമുക്ക് അറിയാമല്ലോ വാക്യങ്ങളൊക്കെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി 7:1-2. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടത് വിധിക്കരുത്. അതെ, ഇതിന്റെ അർത്ഥം എന്താ? നാം മറ്റാരെയും വിധിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കുന്നത്. ഒരു വാക്യം റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. റോമർ 14:4. മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കാൻ നീങ്ങാ. അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്തെ. അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയും. ഈ വിഷയവും പൗലോസ് പറയുന്നത് സഭയിൽ അന്യോന്യം വിധിക്കുന്നവരെ കുറിച്ചാണ്. അവിടെ പൗലോസ് പറയുകയാണ്, മറ്റൊരുവന്റെ ദാസനെ വിധിപ്പാൻ നീ ആര് എന്ന് ചോദിക്കുന്നത്. ഉദ്ദേശം എന്താണെന്ന് അറിയാം. മറ്റൊരുവന്റെ ദാസനെ, ഈ ദാസൻ ആരുടെയാ? ഞാൻ ഒരാളെ വിധിക്കുകയാണെങ്കിൽ എന്റെ ദാസനാണോ അത്? അല്ല. പിന്നെ ആരുടെ ദാസനായത്? ദൈവത്തിന്റെ ദാസനാണ്. അപ്പൊ നമുക്ക് ലോകതത്വമാണ്. ഒരുവന്റെ ദാസനെ വിധിക്കാൻ നമുക്ക് അധികാരമില്ല. അപ്പോൾ നമ്മുടെ സഭയിൽ വേറൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ എന്റെ ദാസനല്ല. എനിക്ക് അവനെ വിധിപ്പാൻ സാധിക്കില്ല. എനിക്ക് വിധിപ്പാൻ പാടില്ല. ഇതവൻ ആരുടെ ദാസനാ? ദൈവത്തിന്റെ ദാസന. ആ പൊതുതത്വത്തിലാണ് പൗലോസോട് പറയുന്നത്, മറ്റൊരുവന്റെ ദാസനെ വിധിപ്പാൻ നീ പിന്നെന്താ വാക്യം? മറ്റൊരു ദാസനെ വിധിപ്പാൻ റോമാലേഖനം 14-ാമത്തെ വാക്യമാണല്ലോ. മറ്റൊരു ദാസനെ വിധിപ്പാൻ നീ അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ അത്രേ. അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ അത്ര. നീ അവന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. അവൻ നിൽക്കുന്നതോ വീഴുന്നതോ അവന്റെ സ്വന്തം യജമാനായിരിക്കുന്ന ദൈവത്തിന് അത്രേ. അവൻ നിൽക്കുന്നതാനും. എന്തുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്? അവനെ നിൽക്കുമാറാക്കാൻ. നമുക്ക് ആരെ കുറിച്ചും വളരെ നിസ്സാരമായിട്ട് കാണാനോ നാം അവരെ വിധിക്കാനോ ദൈവത്തിന് നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം നാം വിധിക്കുന്ന നമ്മുടെ സഹോദരൻ അവൻ ദൈവത്തിന്റെ ദാസനാണ്. അവന് നിൽക്കുന്നതും വീഴുന്നതും ഒക്കെ ആ യജമാനാണ്. പക്ഷെങ്കിൽ നമ്മൾ വായിക്കുന്നത് അവനെ നിൽക്കുമാറാക്കുന്നത് കർത്താവാണ്. കർത്താവ് അവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് നാം അതിനെ കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെയുള്ളവരെ വിധിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് അധികാരമില്ല. ഇവിടെ വീണ്ടും നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലും എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നത്. അപ്പോൾ മനുഷ്യനാണുള്ള വിധി അത് ഞാൻ നിസ്സാരമായിട്ട് ലഘുകാര്യമായിട്ട് കണക്കാക്കുന്നു. ഇനി പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഞാൻ എന്നെ തന്നെ വിധിക്കുമ്പോൾ ഞാൻ വളരെ ഉന്നതമായിരിക്കുന്ന നിലയിൽ എന്നെ വിധിക്കാൻ സാധ്യതയുണ്ട്. നാം ആരും നമ്മുടെ തെറ്റുകളെ സമ്മതിക്കുവാൻ വേണം മനസ്സുള്ളവരല്ല. നാം എപ്പോഴും നമ്മളെ വളരെ ഉന്നതമായിരിക്കുന്ന നിലയിലാണ്, നാം ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് വിചാരിക്കുവാനാണ് നമുക്ക് ഇഷ്ടം. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതിന് കാരണം എന്താ? 4-ാമത്തെ വാക്യം 4:4. എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ച് ബോധ്യമില്ലെങ്കിലും അതിന്റെ അർത്ഥം ഞാൻ നീതിമാനാണെന്ന് അല്ല. ഇത് പൗലോസ് പറയുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നാം ആ പൗലോസിന്റെ മനോഭാവത്തിലേക്ക് ഒന്ന് അടങ്ങിച്ചെല്ലണം. പൗലോസ് പറയുകയാണ്, ഇവരുടെ പൗലോസിന്റെ പക്ഷക്കാരോടുണ്ട്. അങ്ങനെയുള്ളവരോടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. അതിന്റെ കാരണം എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ച് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോഴും പൗലോസ് പറയുകയാണ്, ഞാൻ നീതിമാനെന്ന് വരികയില്ല. കാരണം എന്നെ വിധിക്കുന്നത് കർത്താവാണ്. കർത്താവാണ് എന്നെ വിധിക്കുന്നത്.
തീരുമാനിക്കേണ്ടത്, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് കർത്താവാണ്. ആ മനോഭാവം അതൊക്കെ എത്രയോ താഴ്മയുടേതായിരിക്കുന്ന മനോഭാവമാണ്. പൗലോസ് ഇത്രയധികം കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടിയിട്ടും ശേഷം ഒരു സഭയോട് മറ്റുമൊക്കെ ചെയ്തതിനു ശേഷം പൗലോസ് പറയുകയാണ്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധ്യമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനം വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവാകും. 5-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും ചിന്തിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തി. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് ഒഴിക്കും. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം വളരെ പരിശോധിക്കേണ്ടതായിരിക്കുന്ന, വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. എപ്പോഴാ സമയമാകുന്നത്? കർത്താവ് വരുമ്പോഴാണ് സമയം. കർത്താവ് വരുമ്പോഴാണ് സമയം. അതിനു മുമ്പേ നാം ഒന്നും വിധിക്കുവാനായിട്ട് പാടില്ല. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. സമയം എന്ന് പറയുന്നത് കർത്താവ് വരുമ്പോഴാണ്. കർത്താവ് വരുമ്പോഴാണ്. ഈ ചിന്ത പോലും നമുക്ക് പലപ്പോഴും, ഞാൻ ആരെയും വിമർശിക്കുവാൻ വേണ്ടി പറയല്ല, എന്നിലേക്ക് തന്നെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നതായിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും കർത്താവ് വരുമെന്നുള്ള ചിന്ത പോലും ഇക്കാലങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള വിശ്വാസികൾക്ക് ഇല്ല എന്ന് പറയുന്നത് തെറ്റില്ല എന്നാണ്. ഈ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ, ഇന്ന് രാവിലെ നേരം എടുത്ത 5:30 നാം എഴുന്നേറ്റ് കാണും. ഇതുവരെയുള്ള ഈ സമയത്തുള്ളിൽ എത്ര പ്രാവശ്യം എന്റെ ഹൃദയത്തിലേക്ക് വന്നി കർത്താവ് കൊണ്ടുവന്നുള്ള ചിന്ത നമുക്ക് പലപ്പോഴും ഇല്ലാതിരിക്കുന്ന ഒന്നായിട്ട് മാറി. എന്താ ഇതിന്റെ കാരണം? ലോകത്തോട് നാം ഒന്ന് ചേർന്ന് പോയി. ആദ്യകാല വിശ്വാസികൾ പീഡനത്തിലും കഷ്ടതയിലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും വേണ്ട, ഒരു 100 വർഷം മുമ്പുള്ള നമ്മുടെ സഭ, ഈ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ബ്രദറൻ സഭാ വിശ്വാസികൾ, ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ വല്യപ്പച്ചൻ പറഞ്ഞ്, നടന്ന് ഈ മീറ്റിങ്ങുകൾക്കൊക്കെ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഇവർ ആകാശത്തോട്ട് നോക്കിയാ നടക്കുന്നത്. പലപ്പോഴും കർത്താവ് വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അവരുടെ ഞെരുക്കവും അവരുടെ ജീവിത സാഹചര്യങ്ങളും ആ നിലയിൽ അവരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. പീഡനം അനുഭവിച്ചതായിരിക്കുന്ന ദൈവജനം അവർക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ പ്രത്യാശയോടുകൂടെ അവർ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ ഈ കാലത്ത്, വിശേഷിച്ച് നാം ജീവിക്കുന്ന ഈ കാലത്ത്, ഈ ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടാകുന്നത് വളരെ വളരെ പരിമിതമായിട്ട് ഉണ്ടാകാറുള്ളൂ. നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടെ, പ്രത്യാശയോടുകൂടെ നാം കാത്തിരിക്കേണ്ട ഒന്നാണ് കർത്താവിന്റെ വരവ്. പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് പോലും വരാതെ നാം ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വ്യാപാരങ്ങളില്ല, ലോകത്തിൻ്റെതായിരിക്കുന്ന ഇടപെടലുകളില്ല ഓരോ ദിവസം മുൻപോട്ട് പോകുമ്പോൾ ഇക്കാര്യം നമ്മുടെ മനസ്സിൽ പോലും വരാതെ പൗലോസ് പറയുകയാണ്, സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. കർത്താവ് വരും, അന്ന് സമയമാകും. എന്തിനാ? വിധിക്കപ്പെടാനായിട്ടുള്ള സമയം. കർത്താവ് വന്ന് സഭ ചേർക്കപ്പെട്ടാൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമാണ് എന്ത്? ക്രിസ്തുവിന്റെ ന്യായാസനം. നാം എല്ലാവരും 2 Corinthians 5:10 നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. എങ്കിലും നാം ആവർത്തിച്ചത് വായിക്കുന്നത് 2 Corinthians 5:10 വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ്. പക്ഷെങ്കിൽ നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. 2 Corinthians 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസനത്തിന് വെളിപ്പെടേണ്ടതാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും. നമുക്ക് ഈ ചെയ്യാനായിട്ട് ഉള്ള സമയം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ. ശരീരത്തിൽ ഇരിക്കാനായിട്ട് ദൈവം നമുക്കൊരു അവസരം, ഒരു സമയം നൽകിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ആയുസിനെ അനുസരിച്ചിരിക്കും. ചിലർക്ക് അത് 40 വയസ്സായിരിക്കാം, ചിലർക്ക് 30 വയസ്സായിരിക്കാം, ചിലർക്ക് അത് 60 70 വയസ്സ് വരെ ദൈവം കൊടുക്കും. നമുക്ക് അറിഞ്ഞുകൂടാ എപ്പോ വരെയാണ് ഈ ശരീരത്തിൽ ഇരിക്കാനായിട്ട് ദൈവം അവസരം നൽകുന്നത്. പക്ഷെങ്കിൽ നാം ഒരു കാര്യം ഓർക്കണം, നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ തക്കവണ്ണം പ്രയോജനകരമായിരിക്കും നിലയിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ടുള്ള സമയം, ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവനാമോഹനായിട്ട് ജീവിക്കുവാനായിട്ടുള്ള സമയം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ഇന്ന്
ആരും വ്യത്യാസമുള്ളവരല്ല, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. റോമാലേഖനം 14-10 വാക്യത്തിൽ ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. അതാണ് ആകയാൽ കർത്താവ് വരുമ്പോഴും സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്നതായിരിക്കും സുപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, നാം എല്ലാവരും ആ സ്ഥാനത്ത് എന്റെ പേര് അവിടെ കാണണം. ഞാനും ഈ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. ഞാൻ ആ നിൽക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കി. കർത്താവ് രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു, ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള അവസരം നമുക്ക് നൽകി. ഒരുപക്ഷെ ദീർഘവർഷങ്ങൾ നാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് അവസരം നൽകി. ഇതെല്ലാം കഴിഞ്ഞ് നാം അവന്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. അല്ലെങ്കിൽ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ നാം ക്രിസ്തുവിന്റെ ന്യായാസനം നാം എല്ലാവരും നിൽക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത നമ്മെ ധരിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ കർത്താവ് വരുമ്പോഴും സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ചെയ്യുന്ന കാര്യം അതാണ് നമ്മുടെ വായിക്കുന്നത്. എന്താ ഒന്നുകൂടെ വായിക്കാം. അവൻ ഇരുട്ടിൽ, 4:5 വാക്യം. അവൻ ഇരുട്ടിൽ അന്ന് ഓരോരുത്തര് അവൻ ചെയ്യുന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി. നമ്മുടെ ഹൃദയങ്ങളോട് വളരെ ശക്തമായി ഇടപെടേണ്ടുന്ന വാക്യങ്ങളാണ് നാം ഈ വാക്യങ്ങൾ നമ്മൾ എപ്പോഴും വായിച്ചിട്ടുള്ളതായിരിക്കാം. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിച്ചത്താക്കും. ഈ ലോകത്തിൽ നാം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചതായിരിക്കുന്ന കപടഭക്തിയും ഒക്കെ ദൈവമുമ്പാകെ ദൈവം കാണുമ്പോൾ ഒരുപക്ഷെങ്കില് ഓരോരുത്തരെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. എന്നെ കുറിച്ച് മറ്റുള്ളവരൊക്കെ എത്രയോ നല്ല നമ്മളോട് ചിന്തിച്ച് നോക്കുക. എത്രയോ നല്ലതായിട്ട് ഓരോരുത്തരും കാണുന്നത് നല്ലതാ. പക്ഷെങ്കില് ദൈവസന്നിധിയിൽ വരുമ്പോഴ് ഇരുട്ടിൽ മറഞ്ഞിരുന്നതൊക്കെ വെളിച്ചത്താകും. എന്റെ സകല സ്വഭാവങ്ങളും ദൈവസന്നിധിയിൽ വെളിപ്പെടുന്നതായിരിക്കുന്ന ഒരു സമയം. ഇന്നതൊക്കെ പലതും ഇരുട്ടിൽ മറഞ്ഞിരിക്കുക. പക്ഷെങ്കില് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിവായി പോകുന്ന വെളിപ്പെടുവാനായിട്ട് പോകുന്ന ഒരവസരമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ധരിക്കേണ്ട. ലേഖനം 4-13 വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ലേഖനം 4:13. ലേഖനം 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം. നമ്മുടെ കാര്യം അവന്റെ മുമ്പാകെയാണ് നാം പറയേണ്ടതായിട്ടിരിക്കുന്നത്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഈ ലോകത്തിൽ ഉള്ള മനുഷ്യർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ നമ്മുടെ നല്ലതായിട്ട് അല്ലെങ്കിൽ ഉന്നതമായിരിക്കുന്നതിനൊക്കെ ചിന്തിക്കുന്നവനായിരിക്കും. ഇനി അല്ലാതെ പോയിക്കൊള്ളട്ടെ. പക്ഷെങ്കിൽ നമുക്ക് കാര്യമുള്ളത് നമ്മൾ വായിക്കുന്ന പോലെ ഈ ദൈവവുമായിട്ടാണ്, നമ്മുടെ കർത്താവുമായിട്ടാണ്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിച്ചത്താണ്. കർത്താവിന്റെ പ്രത്യേകത നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവന്റെ കണ്ണുകൾ എങ്ങനെയുള്ളതാണ്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. നമ്മുടെ കണ്ണുകൾ പോലെയുള്ള കണ്ണുകളല്ല കർത്താവിൻ്റെത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ് കർത്താവിനുള്ളത്. ആ കണ്ണുകളുടെ മുൻപിൽ മറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന യാതൊന്നുമില്ല. ആ ചിന്ത നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മെ ഭരിക്കണം. നാം ചെയ്യുന്ന സകല കാര്യങ്ങളും കർത്താവ് കാണുന്നു എന്നുള്ള ചിന്ത പലപ്പോഴും BBS-നൊക്കെ നാം എഴുതി വെക്കാറുണ്ട്. പക്ഷെങ്കിൽ വളർന്നവരായിരിക്കുന്ന പ്രായമുള്ളവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഇത് ചിന്തിക്കാറില്ല. കർത്താവ് കാണുന്നു. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതൊക്കെ സകലതും വെളിച്ചത്താകാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ചതായിരിക്കുന്ന ഭക്തിയും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായി കാണിച്ചതും ഒക്കെ അതെല്ലാം വെറുതെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്ന ഒരു സമയമുണ്ട്. കർത്താവിന്റെ മുമ്പിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതൊക്കെയും വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചന ആർക്കും കാണാൻ പറ്റും. എന്റെ ഹൃദയത്തിൽ എനിക്ക് എന്താ ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ചിന്ത എനിക്കും അറിയത്തില്ല. പക്ഷെ ഇവിടെ പറയുകയാണ് ഹൃദയങ്ങളുടെ ആലോചനകള് വെളിപ്പെടാനായിട്ട്. നമ്മുടെ ചിന്തകളിൽ നിന്നാണല്ലോ ഇതെല്ലാം രൂപീകരിക്കുന്നത്. ഹൃദയത്തിൽ നിന്നാണ് ആദ്യം നമ്മുടെ സ്വഭാവം തന്നെ രൂപീകരിക്കപ്പെട്ടത്. നാം ചെയ്യുന്ന നല്ലതും തീയതും സകലതും അതിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളാണ്. ഹൃദയത്തിന്റെ ആലോചനകൾ വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. ദൈവസന്നിധിയിൽ വളരെ ഭയത്തോടുകൂടെ, ദൈവഭയത്തോടുകൂടെ നാം
മുമ്പോട്ട് ജീവിക്കേണ്ടതാണ്. ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുന്നു. അന്ന് ഓരോരുത്തര് ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. നാം ഒരു കാര്യം ചിന്തിക്കണം, എനിക്ക് പുകഴ്ചയാണോ ലഭിക്കുന്നത് അതോ ഇകഴ്ചയാണോ ലഭിക്കുന്നത്? ദൈവം എന്നെ മാനിക്കുവാനായിട്ടാണോ പോകുന്നത് അതോ ദൈവത്തിന് മുമ്പാകെ ദൈവസന്നിധിയിൽ അപമാനിതനായിട്ട് ഞാൻ നിൽക്കേണ്ടി വരുമോ? ചിന്തിക്കേണ്ടുന്ന ഓരോരുത്തര് അവൻ ചെയ്തിരുന്ന തക്കവണ്ണം പ്രാപിക്കണം. നാം ചെയ്യുന്നതിന് തക്കവണ്ണമാണ് പ്രാപിക്കാനായിട്ട് പോകുന്നത്. പുകഴ്ച ലഭിക്കണമെങ്കിൽ പുകഴ്ചയ്ക്ക് മുഖാന്തരമായിരിക്കുന്ന ചില കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം നാം വായിക്കുന്നുണ്ടല്ലോ, 5 താലന്തും 2 താലന്തും 1 താലന്തും കൊടുത്ത ആ ദാസന്മാരെ കുറിച്ച്. അത് ഒരു താലന്ത് ലഭിച്ചവൻ അത് പൊടിപ്പിച്ചു വെച്ചു. അവന് ലഭിച്ചതായിരിക്കുന്ന ആ യജമാനന്റെ വാക്കുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം തങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്ത 5 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് ലഭിച്ചവരോടും യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ. ഞാൻ ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും മോശമായിട്ട് അതിനെ കുറിച്ച് ഒന്നും പറയാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് ചിന്തിക്കാറുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യാതൊന്നും നേടുവാനായിട്ട് നമുക്ക് ഈ ഭൂമിയിലില്ല. നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അത് തക്കവണ്ണം നാം പ്രാപിക്കും. വായിക്കുന്നത് അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് എല്ലാവർക്കും പുകഴ്ച ലഭിക്കുമോ എന്നുള്ളത് നാം സംശയിക്കേണ്ടതായിരിക്കുന്ന വാക്യമാണ്. ഇവിടെ നാം വായിക്കുന്ന ഓരോരുത്തരും മൂന്നാമത്തെ അധ്യായത്തിൽ നാം ഒരു വാക്യം വായിച്ചത് ഓരോരുത്തരും തന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും അല്ലെ? 3-ന്റെ 7-ാമത്തെ വാക്യത്തില്. അതുപോലെ തന്നെ 14-ാമത്തെ വാക്യത്തില് 13-ാമത്തെ വാക്യത്തില് ആ ദിവസം അതിനെ വെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് ഈ തന്നെ ശോധന ചെയ്യും. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഹൃദയത്തിന്റെ ആലോചനകൾ, അങ്ങനെയല്ല വായിച്ചത്, ഹൃദയത്തിന്റെ ആലോചനകളെല്ലാം വെളിവാക്കുന്നതായിരിക്കുന്ന ഒരു സമയമുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ കൂടെ ആ വാക്യം വായിച്ചുകൊണ്ടേ, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്നു. അന്ന് ഓരോരുത്തന് ദൈവത്തിൽ നിന്ന് പുകഴ്ച. എനിക്ക് നിങ്ങൾക്കും ദൈവസന്നിധിയിൽ പുകഴ്ച ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നാം വായിച്ചതുപോലെ ഈ ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചാൽ അതിനപ്പുറമായിട്ട് ഈ ജീവിതത്തിൽ വേറെ ഒന്നും നമുക്ക് ആഗ്രഹിക്കുവാനായിട്ടില്ല. കർത്താവ് വലിയൊരു വില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നാം കർത്താവിന് വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ ചെയ്ത് ഈ ഭൂമിയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ഹൃദയത്തിന്റെ ആലോചന വെളിപ്പെടുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അപമാനിതനായി പോകുവാനിടക്കാൻ പുകഴ്ച ലഭിക്കുവാൻ വേണം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത് നാം വാഴ്ത്തപ്പെടുവാൻ